അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വൈഫൈ ക്യാമറയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ക്യാമറയായിട്ട് നമ്മുടെ വീടുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 999, അതായത് 1000 രൂപക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഒബ്വിയസ്ലി ഇത് നമ്മൾ ഗൂസ് ബംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചത്. വേണമെങ്കിൽ പേജിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇന്നത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യുക, ഒന്ന് സെറ്റപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീഡിയോ ക്വാളിറ്റി കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കൂടെ തന്നെ ഇടാം. അതിനുശേഷം നമുക്കൊരു ക്വിക്ക് ഓവർവ്യൂവും പറയാം നമ്മുടെ ഈ ഒരു കുറച്ച് ദിവസത്തെ ഉപയോഗത്തിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് പാക്കേജിങ് വരുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിനകത്തൊരു മെമ്മറി കാർഡ് ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് ടിൽറ്റ് ചെയ്യാനും കാര്യങ്ങൾ നമുക്ക് റിമോട്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു 2-way ഇൻ്റർകോം ഉണ്ട്. അതായത് നമുക്ക് സംസാരിക്കാം, അവർ പറയുന്നത് നമുക്ക് കേൾക്കാനും പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് റിമോട്ടായിട്ട്, അതായത് ഏത് പ്രദേശത്ത് വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം. അതിന് നമ്മൾ നെറ്റുമായിട്ട് കണക്ട് ചെയ്യണം. നെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. 2.4 GHz സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫോൺ മോണിറ്ററിങ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വഴി എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പാനും ടിൽറ്റിംഗ് ഒക്കെ നമുക്ക് ഫോണിൽ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റും വേണമെങ്കിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ ക്യാമറ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ആ ഏരിയയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി പറ്റും. അത്രയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിലേ എടുപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ബോക്സും തുറന്ന് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്കൊരു മോഡൽ നെയിം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ക്യാമറയുടെ മോഡൽ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മൗണ്ടിങ് ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മതിലിൽ അവിടെ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒക്കത്ത് ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ബാക്കി നമ്മുടെ ക്യാമറയുടെ പുറകിൽ തന്നെ കാണണം. ഓക്കെ, അതല്ലാതെ നമുക്കിത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ ബ്രിക്ക് വരുന്നുണ്ട്. ഇത് എത്രേൻ്റെയാണ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, 0.5 ആമ്പിൻ്റെയാണ്, അല്ല 5 വോൾട്ട് 2.1 ആമ്പാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു USB പോർട്ടാണുള്ളത്. USB പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അടിയിൽ നമുക്ക് USB കേബിൾ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇതൊന്ന് പുറത്തേക്ക് ഇടാം ക്യാമറ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെയാണ് വരുന്നത്. വലിയ വെയിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങോട്ടൊക്കെ നമ്മൾ ക്യാമറ ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ടാണ് നമ്മുടെ മൈക്രോ SD കാർഡ് ഇടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു റീസെറ്റിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും കമ്പേഴ്സണോ എന്തെങ്കിലും വേണം കുത്തണോ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 2 ആൻറ്റീന ഉണ്ട്. അപ്പോൾ റേഞ്ച് നമുക്ക് കുഴപ്പമില്ലാത്തൊരു റേഞ്ച് കിട്ടുമായിരിക്കും. അതുപോലെ ഇവിടെയായിട്ടാണ് നമുക്കൊരു മൈക്രോ USB പോർട്ട് വരുന്നത്. അതിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, കേബിൾ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരു പാസ്വേഡ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് സ്ക്രൂ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് റീസെറ്റ് ബട്ടൺ വെക്കാനുള്ള ആ ഒരു ഇതും പിന്നും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഒരു അൺബോക്സിംഗ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു ആപ്പ് വേണം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു QR കോഡ് ഇവിടെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ V380 Pro എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്താലും മതി, അങ്ങനെയും കിട്ടും നമുക്ക് സംഭവം. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ആപ്പ് കണക്ട് ചെയ്തിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ കണക്ഷനൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് ഈ കാണുന്നത് V380 Pro എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമ്മളൊരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതുക. ഒരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP വരും ആ ഇമെയിൽ അഡ്രസ്സിലേക്ക്. അതിവിടെ കൊടുക്കുക. നമുക്ക് പാസ്വേഡ് ചോദിക്കും, റീ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പാസ്വേഡ് സെറ്റ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആഡ് ക്യാമറയുടെ ഓപ്ഷൻ വരും. ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് വരുന്നത് 2.4 GHz ഉള്ള വൈഫൈ നെറ്റ്വർക്ക്, നമ്മുടെ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് അവിടെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു QR കോഡ് തെളിഞ്ഞു വരും ആ ആപ്പിൻ്റെ അവിടെ തന്നെ. അത് നമ്മുടെ ഈ ക്യാമറ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് നമുക്ക് ഒരു അലേർട്ട് വരും ഈ ക്യാമറ. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഇതുമായിട്ട് കണക്ഷൻ സക്സസ്ഫുൾ ആവുന്നത്. അതോടുകൂടി പിന്നെ വേറൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു QR കോഡും ആപ്പ് ഡീറ്റെയിൽസ് പാസ്വേഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. QR കോഡ് സ്കാനർ ഓപ്പൺ ആയി വരും. അതായത് ഫോണിൻ്റെ ക്യാമറ ഓൺ ആയി വരും. വന്നിട്ട് നമുക്ക് ആ ഒരു കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറയും. അത് നമ്മൾ സ്കാൻ ചെയ്യാം. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കണക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് നമുക്ക് പിന്നെ ക്യാമറ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ക്യാമറ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ പ്രിവ്യൂ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബേസിക് സെറ്റിംഗ്സ് ഇവിടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട റെക്കോർഡിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്തിടുക. ഇവിടെയാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. SD കാർഡ് ഇപ്പോൾ നമ്മളൊരു 8 GB SD കാർഡ്
എടുക്കുന്നത്. അത് ഫോർമാറ്റ് ചെയ്യാം. 8 GB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പറ്റില്ല, നമുക്ക് കുറഞ്ഞതൊരു 32 GB എങ്കിലും വേണം. 128 വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 16 അല്ലെങ്കിൽ ഒരു 32 GB ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ദിവസത്തെ ബാക്കപ്പ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ ഇത് സ്റ്റോറേജ് ഫില്ലായി കഴിഞ്ഞാൽ പഴയ ഫയൽ ഇത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡിവൈസ് ടൈം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, UTC 5+530 ആണ് നമ്മുടെ ടൈം. മിക്കവാറും +8 കിടക്കുന്നത്. അത് നമ്മൾ 530 ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വരുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഫ്ലിക്കറിങ് സിസ്റ്റത്തിലൊക്കെ മാറ്റാണെങ്കിൽ മാറ്റാം. അത് നമ്മൾ മെയിനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഡിവൈസിൻ്റെ വോളിയം സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പാൻ ടിൽറ്റിൻ്റെയൊക്കെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത സ്പീഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്യാമറയിലേക്ക് വരാം. ക്യാമറ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ തന്നെ നമുക്ക് സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഫുൾ സ്ക്രീൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൂം ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് സൂം ചെയ്യാം. ഓക്കെ, സൂം ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്താൽ തന്നെ ക്യാമറ മൂവ് ആവും. അപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇപ്പുറത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, പൊക്കത്തേക്ക് ആയി കഴിഞ്ഞാൽ പൊക്കത്തേക്ക് പോകും, താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്കാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ജോയിസ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഏറ്റവും എളുപ്പം ഞാൻ നോക്കിയിട്ട് ജോയിസ്റ്റിക്ക് തന്നെയാണ്. ജോയിസ്റ്റിക്ക് ആകുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഇത് കിട്ടും, ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നുള്ള ലൈവ് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. അതിന് ഈ സ്പീക്കർ ഓൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ലൂപ്പായിട്ട് മാറും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒരു അലാറത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. തീർന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചത് തീരുവില്ലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഹലോ ഹലോ നമ്മളിപ്പോൾ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് എക്കോ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-way കമ്മ്യൂണിക്കേഷൻ ആവും. അതാണ് 2-way കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളതെന്നുണ്ടെങ്കിൽ മൾട്ടി സ്ക്രീനാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മൾട്ടി സ്ക്രീൻ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അത്ര സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് തിരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേ ബാക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പ്ലേ ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ വരുന്ന ക്ലൗഡിൻ്റെ ഇതാണ്. അത് നമുക്ക് വേണ്ട. മൈക്രോസ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് വരും എല്ലാ സാധനങ്ങളും. ഇപ്പോൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. നമുക്കിപ്പോൾ ടൈം വെച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഉണ്ടോ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഓക്കെ, അതിൽ നിന്ന് അപ്പോൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജിൻ്റെ ഇതാണ്. അത് ഇവിടെ താഴെയിട്ടുണ്ട്. നമുക്ക് ഇവിടെ പെട്ടെന്നുള്ള 2 ഓപ്ഷനും കൂടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ വരും. പിന്നെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ഫയലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതല്ലാതെ പിന്നീടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇമേജ് സെറ്റിംഗ്സ് ഉണ്ട്. ഇമേജ് സെറ്റിംഗ്സ് ഇപ്പോൾ ഞാൻ ഓട്ടോയിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫുൾ കളറിൽ ഇടാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇടാം. ഇത് ഓട്ടോയിൽ ഇട്ടാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ തന്നെ അത് നൈറ്റ് മോഡിലോട്ട് ആയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം നൈറ്റ് മോഡ് എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇൻവേർഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇൻവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കുത്തനെ ആക്കും. നമ്മളിപ്പോൾ ക്യാമറ തല ഇടിച്ചാൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ സെറ്റിംഗ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളറിലാണ്. ഞാനിപ്പോൾ വീഡിയോ ലൈറ്റ് ഓഫ് ചെയ്യാം. അലക്സ, ടേൺ ഓഫ് വീഡിയോ ലൈറ്റ്. അലക്സ, ടേൺ ഓഫ് ഓഫീസ് ലൈറ്റ്. ഇപ്പോൾ നിങ്ങളൊരു സ്വിച്ചിങ് കേട്ടു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോയി. ഇപ്പോൾ നൈറ്റിലാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും എന്തോരം ലൈറ്റ് ഇവിടെ നമ്മുടെ റൂമിലുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് എന്നുള്ളത്. നിങ്ങൾക്ക് കൈ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ക്യാമറയിൽ കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൈ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ? ഓക്കെ, അത് ഇനിയിപ്പോൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്താൽ മതി. അലക്സ, ടേൺ ഓൺ വീഡിയോ ലൈറ്റ്. ഇപ്പോൾ ഒരു സ്വിച്ചിങ്ങും കേട്ടും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ലൈറ്റും വന്നു. കണ്ടോ, കളർ വന്നു. അപ്പോൾ ഇത്രയുള്ള സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്യാമറയുടെ വർക്കിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളാം. വലിയ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്ഡോർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാം. ഡേ ലൈറ്റും പിന്നെ നൈറ്റിലെയും വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത ഫുട്ടേജ് ഞാൻ ഇതിനകത്ത് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത്.
അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ഒരു വൈഫൈ സ്മാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്മാർട്ട് എന്ന് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും വൈഫൈ ക്യാമറ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റിനെ കുറിച്ച് നമുക്ക് എന്തായാലും പറയാനാണെങ്കിൽ ഞാൻ എന്തായാലും ഫുട്ടേജ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. കളർ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് വരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ, അതായത് നൈറ്റ് മോഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് തോന്നി, വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 MB ആണ് ഇതിൻ്റെ ക്യാമറ. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻസ് വെക്കാൻ വേണ്ടി പറ്റില്ല. ഒബ്വിയസ്ലി സെക്യൂരിറ്റി ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണണം, അതുപോലെ തന്നെ നമുക്ക് ഫുട്ടേജ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് 32 GB ആണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഫുട്ടേജെങ്കിലും ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സ്റ്റോറേജ് അതിന് മാത്രം എടുക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് 2 ആഴ്ചയെങ്കിലും കുറഞ്ഞത് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇത് മെമ്മറി കാർഡ് ഇപ്പോൾ ഫുള്ളായാലും പഴയ ഫുട്ടേജ് അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനകത്തൊന്നും ഇതാക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അത് ആ ഒരു 2 മിനിറ്റിനടുത്തുള്ള ഫുട്ടേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും പേജിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റും പുറത്തുമായിട്ട് വരാം. അതുവരത്തേക്കും ബൈ.